Dear students, welcome to the second part of the lesson Quest for a Theory of Everything. You know that it is a profile of Stephen Hawking by Kitty Gale Ferguson. In the previous class, we could see the location Professor Stephen Hawking in the Cockcroft lecture room. There, he startled his audience with a strange title of his lecture. By appearance, he didn't seem a promising personality to lead any adventure. Stephen Hawking was born on 8 January in 1942. His parents, Frank and Isabel, they believed in the value of education and he attended the local St. Albans school. At the age of 8, he decided to become a scientist and he wanted an exact subject to learn. Later, he followed his father's advice and studied chemistry, physics, and a little mathematics in preparation for the entrance exam into Oxford. He performed well in physics and was brilliantly accepted in interview. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ പ്രൊഫൈലിന്റെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ പഠിച്ചത് ഒന്ന് നമ്മൾക്ക് ഓർത്തെടുക്കാം. 1950 ഏപ്രിൽ 29 സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന ലൊക്കേഷൻ പ്രൊഫസർ കേംബ്രിഡ്ജിലെ കോക്രോഫ് ലെക്ചർ റൂമിൽ തന്റെ ഇനാഗുറൽ ലെക്ചർ ചെയ്യുന്ന രംഗമാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. അവിടെ അദ്ദേഹം അവതരിപ്പിച്ച ലെക്ചറിന്റെ ടൈറ്റിൽ എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ഒന്നായിരുന്നു. അദ്ദേഹത്തിന്റെ ടൈറ്റിൽ ഇതായിരുന്നു: ഫിസിക്സ് എന്ന് പറയുന്ന വിഷയത്തിന്റെ അവസാനമായോ. അത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഓഡിയൻസ് എല്ലാം ഒന്ന് അമ്പരന്നു. പിന്നീട് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ അദ്ദേഹം വീൽ ചെയറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സാഹസികമായിട്ടുള്ള കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്നും ആരും കരുതിയിരുന്നില്ല. ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന സ്ഥലത്ത് 1942 ജനുവരി 8 സ്റ്റീഫൻ വില്യം ഹോക്കിംഗ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ പേരൻസ് ഫ്രാങ്ക് ഹോക്കിങ്ങും ഇസബൽ ഹോക്കിങ്ങും ആയിരുന്നു. അവര് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തിരുന്ന വ്യക്തികളായിരുന്നു. സ്റ്റീഫൻ അങ്ങനെ ലോക്കൽ സെയിന്റ് ആൽബൻസ് സ്കൂളിലേക്ക് പഠനത്തിനായിട്ട് ചേർന്നു. തന്റെ 8ാമത്തെ വയസ്സിൽ തന്നെ അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആവണമെന്ന് വളരെ ഗൗരവപൂർണമായിട്ട് ചിന്തിച്ചു തുടങ്ങി. പിന്നെ 14ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ മാത്സും ഫിസിക്സുമാണ് തനിക്ക് ചേർന്ന വിഷയമെന്ന് തിരിച്ചറിയുകയാണ് ഉണ്ടായത്. സ്കൂൾ കാലഘട്ടത്തിൽ അദ്ദേഹം വലിയ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡന്റ് ആയിരുന്നില്ല. എങ്കിലും ഓക്സ്ഫോർഡ് കോളേജിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് അദ്ദേഹത്തിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. കാരണം ഫിസിക്സ് എന്ന സബ്ജക്റ്റിൽ അദ്ദേഹത്തിന് നല്ല സ്കോർ ലഭിച്ചു. അതുകൊണ്ട് തുടർന്ന് ഓക്സ്ഫോർഡിൽ ഫിസിക്സ് പഠിക്കാനായിട്ട് അദ്ദേഹത്തിന് അഡ്മിഷൻ കിട്ടി. അങ്ങനെ അദ്ദേഹം ഓക്സ്ഫോർഡിലേക്ക് പഠനത്തിനായിട്ട് പോയി. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമുക്ക് ഈ പ്രൊഫൈലിന്റെ അടുത്ത ഭാഗത്തിലേക്ക് പോകാം. Dear students, let's begin the second part of the lesson, Quest for a Theory of Everything. In 1959, at the age of 17, Hawking went to Oxford to study natural science and to specialize in physics. He joined University College, his father's college, and the oldest at Oxford, founded in 1249 AD. Nevertheless, for about a year and a half, Hawking was lonely and bored. He was not inspired to relieve his boredom by exerting himself academically, but halfway through his second year, he began enjoying Oxford. In the year 1959, when Stephen was 17 years old,
He went to Oxford to learn natural science and physics. He joined the Oxford University College, his father's college, founded in 1249. In Oxford, Hawking felt very bored about a year and a half, and he couldn't avoid his boredom by learning. But halfway through his second year, he began to enjoy Oxford. 1959 17-ാമത്തെ വയസ്സിൽ സ്റ്റീഫൻ ഹോക്കിംഗ് ഓക്സ്ഫോർഡ് കോളേജിൽ ചേർന്നു. അദ്ദേഹം നാച്ചുറൽ സയൻസ് ആണ് അവിടെ പഠന വിഷയമായിട്ട് തിരഞ്ഞെടുത്തത്. പിന്നീട് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് അദ്ദേഹം ഫിസിക്സ് സബ്ജക്റ്റ് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ പിതാവ് പഠിച്ചിരുന്ന കോളേജ് തന്നെയായിരുന്നു ഓക്സ്ഫോർഡ്. അവിടെ അദ്ദേഹം ജോയിൻ ചെയ്തു. ഓക്സ്ഫോർഡ് കോളേജ് 1249 AD-യിലാണ് സ്ഥാപിക്കപ്പെട്ടത്. അതുകൂടാതെ ഓക്സ്ഫോർഡിൽ ഏകദേശം 1.5 വർഷത്തോളം സ്റ്റീഫൻ ഹോക്കിൻസിന്റെ ലൈഫ് വളരെ തനിച്ചായിരുന്നു. അതേപോലെ കുറച്ച് ബോറിംഗ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന്റെ ആ ബോറിംഗ് സിറ്റുവേഷൻ പഠനത്തിലൂടെ മറികടക്കാനായിട്ടൊന്നും കഴിഞ്ഞില്ല. എങ്കിലും 2-ാമത്തെ വർഷത്തിന്റെ പകുതി ആയപ്പോഴേക്കും അദ്ദേഹം ഓക്സ്ഫോർഡ് കോളേജ് ആസ്വദിച്ചു തുടങ്ങി. He became popular and well accepted among his peers. They remember him as lively to make a big physical or mental effort, buoyant and adaptable. He wore his hair long, was famous for his wit, liked classical music and science fiction, and took part in sports. However, at the end of the third year, Hawking almost floundered. He selected theoretical physics as his specialty. He had then applied to do a PhD at Cambridge and was accepted on condition that he got a first from Oxford. Hawking was confident that he could get through successfully. But as the examination day approached, his confidence failed. Hawking ended up disastrously on the borderline between a first and a second. In Oxford, he was popular and well accepted among his peers. They remember him as energetic, optimistic, and adaptable. He had long hair and he was famous for his wit. He was also interested in sports, science, and classical music. At the end of the third year in Oxford, Hawking struggled very much. There he specialized in theoretical physics. He applied to do a PhD at Cambridge. They accepted him on a condition of having first from Oxford. But when the examination approached, he lost his confidence, and in the exam, he got a borderline result between a first and a second. സ്റ്റീഫൻ ഹോക്കിംഗ് പിന്നീട് അദ്ദേഹത്തിന്റെ സമപ്രായക്കാരിൽ വളരെ സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തിയായി തീർന്നു. അവർ അദ്ദേഹത്തിനെ ഓർത്തുകൊണ്ട് പറയാറുണ്ട്, അദ്ദേഹം നല്ല സ്മാർട്ട് ആയിട്ടുള്ള, അതേപോലെ സന്തോഷവാനായിട്ടുള്ള, എല്ലാവരോടും കൂടിച്ചേർന്ന് പോകുന്ന പ്രകൃതമുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് നല്ല നീളമുള്ള തലമുടി ഉണ്ടായിരുന്നു. അതേപോലെ അദ്ദേഹത്തിന്റെ സംഭാഷണ ശൈലിയിലൂടെ കുറച്ച് പ്രസിദ്ധനായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ശാസ്ത്രീയ സംഗീതം, അതേപോലെ സയൻസ് ഫിക്ഷൻ, അതേപോലെ സ്പോർട്സ് എന്നിവയിൽ തന്റെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും 3-ാമത്തെ വർഷത്തിന്റെ അവസാനമായപ്പോഴേക്കും
ഹോക്കിങ്സിന് അവിടെ കുറച്ച് ട്രബിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം തിയററ്റിക്കൽ ഫിസിക്സ് ആണ്, അതായത് ഫിസിക്സ് തിയറിയാണ് അദ്ദേഹത്തിന്റെ സ്പെഷ്യാലിറ്റി ആയിട്ട് എടുത്തത്. പിന്നീട് അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് PhD-ക്കായിട്ട് അപ്ലൈ ചെയ്തു. അപ്പോൾ അവരൊരു കണ്ടീഷൻ അദ്ദേഹത്തെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിരുന്നു. എന്തോ ഓക്സ്ഫോർഡിൽ നിന്ന് അദ്ദേഹത്തിന് ഫസ്റ്റ് പൊസിഷൻ കിട്ടിയാലാണ് അദ്ദേഹത്തെ കേംബ്രിഡ്ജിലേക്ക് അവർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോക്കിങ്സിന് അപ്പോൾ ഒരുപാട് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കാരണം എന്തായാലും വിജയകരമായിട്ട് ആ പഠനം പൂർത്തിയാക്കാൻ പറ്റും. പക്ഷേ അതിന്റെ പരീക്ഷയുടെ സമയം എത്തിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് പരാജയപ്പെട്ടു. പിന്നെ ഒരു വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയിൽ അദ്ദേഹം എത്തിച്ചേർന്നു. കാരണം അദ്ദേഹത്തിന്റെ റിസൾട്ട് വന്നപ്പോൾ അദ്ദേഹം ഫസ്റ്റ് പൊസിഷനും സെക്കൻഡ് പൊസിഷനും ഇടയിലുള്ള ഒരു അവസ്ഥയിലാണ് എത്തിച്ചേർന്നത്. Faced with a borderline result, the examiners summoned Hawking for an interview and questioned him about his plans. In spite of the tenseness of the situation, Hawking managed to come up with the kind of remark for which he was famous among his friends. If I get a first, I shall go to Cambridge. If I receive a second, I will remain at Oxford. So I expect that you will give me a first. He got his first and he went to Cambridge. When he faced a result between a first and a second, the examiners conducted an interview and asked him about his plans. It was a tense situation, but he could manage it with his wit. He replied that if he got a first, he would go to Cambridge, and if he received a second, he would remain at Oxford. There, he expressed his wish to join Oxford with a first. Then, the examiners awarded him a first, and he went to Cambridge University. അവിടെ അദ്ദേഹത്തിന് ഒരു ബോർഡർ ലൈൻ റിസൾട്ട് ആണ് വന്നത്. ഫസ്റ്റിനും സെക്കൻഡിനും ഇടയ്ക്കാണ് അദ്ദേഹത്തിന്റെ റിസൾട്ട് വന്നത്. അപ്പോൾ എക്സാമിനേഴ്സ് അദ്ദേഹത്തിനെ ഒരു പേഴ്സണൽ ഇന്റർവ്യൂവിന് അദ്ദേഹത്തെ വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ മറ്റു ഭാവി പരിപാടികളെ കുറിച്ച് അവർ ചോദിച്ചറിഞ്ഞു. അപ്പോൾ അത് കുറച്ച് പിരിമുറക്കം നിറഞ്ഞ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. എങ്കിലും ഹോക്കിംഗ് അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായിട്ടുള്ള സംഭാഷണ ശൈലിയിലൂടെ അതിനെ മറികടന്നു. അദ്ദേഹം അവരോട് പറഞ്ഞു, എനിക്ക് ഫസ്റ്റ് പൊസിഷൻ കിട്ടുകയാണെങ്കിൽ ഞാൻ കേംബ്രിഡ്ജിലേക്ക് പോകും, അതല്ല എനിക്ക് സെക്കൻഡ് പൊസിഷൻ ആണ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഓക്സ്ഫോർഡിൽ തന്നെ തുടരും. എന്നിട്ട് അദ്ദേഹം അവരോട് ആവശ്യപ്പെട്ടു, അദ്ദേഹത്തിന്റെ പ്രതീക്ഷ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു ഫസ്റ്റ് തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയുള്ള ആ സംഭാഷണം, അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ അവർ അദ്ദേഹത്തിന് ഫസ്റ്റ് പൊസിഷൻ അവാർഡ് ചെയ്തു. അങ്ങനെ അദ്ദേഹം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലേക്ക് അദ്ദേഹത്തിന്റെ തുടർ പഠനത്തിനായിട്ട് പോയി. His first year at Cambridge was worse than that at Oxford. His slipshod mathematical background caught up with him, and he found general relativity extremely tough. Another far more disastrous problem arose then. During his third year at Oxford, Hawking started getting clumsy. He had fallen once or twice for no apparent reason. The following autumn at Cambridge, he had trouble tying his shoes, and sometimes he had difficulty talking. The first year in Cambridge was not good for him. He had to struggle with his weak mathematical background. So, the general relativity theory was very tough for Hawking. He faced another problem in the third year. He felt difficulty in his movements. He fell once or twice without any reason. In the following autumn season, he had difficulties in speaking and in tying his shoes.
അങ്ങനെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ വർഷം കുറച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞതായിരുന്നു. ഓക്സ്ഫോർഡിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേംബ്രിഡ്ജിലെ ആദ്യത്തെ വർഷം കുറച്ച് കഷ്ടപ്പാടുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കെയർലെസ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തിന് കുറച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. അതായത് അദ്ദേഹം മാത്സ് സബ്ജക്റ്റിൽ അത്രയ്ക്ക് എഫിഷ്യന്റ് ആയിരുന്നില്ല. അതേപോലെ ജനറൽ റിലേറ്റിവിറ്റി തിയറി അദ്ദേഹത്തിന് ഒരുപാട് ടഫായിട്ട് തോന്നി. കാരണം അതിൽ മാത്സ് കുറച്ച് ഉൾപ്പെടുന്നുണ്ട്. ജനറൽ റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തം എന്ന് ആണ് നമ്മൾ പറയാം. പിന്നീട് അദ്ദേഹത്തിന് കുറച്ചുകൂടി ദുരിതപൂർണമായിട്ടുള്ളൊരു പ്രശ്നം അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഓക്സ്ഫോർഡിലെ 3-ാമത്തെ വർഷം തന്നെ അദ്ദേഹം ക്ലംസി ആവാനായിട്ട് തുടങ്ങി. ക്ലംസി ആവാന്ന് വെച്ചാൽ അദ്ദേഹത്തിന് മൂവ് ചെയ്യാൻ, ചലിക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. പിന്നീട് പ്രത്യേകിച്ച് കാരണങ്ങളില്ലാതെ അദ്ദേഹം 1-2 തവണയോ വീഴുകയുണ്ടായി, താഴെ വീഴുക. പിന്നീട് അതിനുശേഷം അതിനെ തുടർന്ന് വന്ന ഓട്ടം സീസണിൽ, അതായത് ശിശിരകാലം എന്ന് പറയും, മഞ്ഞുകാലത്തിന് മുൻപിലുള്ള സീസണിൽ കേംബ്രിഡ്ജിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഷൂസ് കെട്ടുക, അതേപോലെ സംസാരിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ട് തുടങ്ങി. Shortly after his 21st birthday in 1963, Hawking contracted a rare disease, amyotrophic lateral sclerosis, for which there was no known cure. It caused a gradual disintegration of the nerve cells in the spinal cord and the brain. At first, he went into a deep depression. He did not know what he ought to do or what his future would be like. In 1963, after his 21st birthday, he was affected by a rare disease, amyotrophic lateral sclerosis. This disease caused a disintegration of the nerve cells in his spinal cord and brain. He got very depressed and he didn't know what to do. 1963 സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ 21ാമത്തെ പിറന്നാളിന് ശേഷം അദ്ദേഹത്തിന് ഒരു അപൂർവമായിട്ടുള്ള ഒരു അസുഖം പിടിപെട്ടു. ആ അസുഖത്തിന്റെ പേരാണ് അമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ്. ആ അസുഖത്തിന് പ്രത്യേകിച്ച് ചികിത്സയോ അല്ലെങ്കിൽ ഭേദമാകുന്ന അവസ്ഥയോ ഒന്നുമില്ല. ആ അസുഖത്തിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സ്പൈനൽ കോഡിലെയും ബ്രെയിനിലെയും നെർവ് സെൽസിനെ, അതായത് നാഡീകോശങ്ങളെ ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ യോജിച്ച് നിൽക്കുന്നതിനെ വിയോജിപ്പിച്ച് നിർത്തുക, അതായത് കൂടി നിൽക്കേണ്ടത് വിട്ടുമാറി നിൽക്കുന്നു. അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ ബ്രെയിനിൽ നിന്ന് കൃത്യമായിട്ട് മെസ്സേജുകൾ സ്പൈനൽ കോഡിലൂടെ ശരീരത്തിന്റെ ഒരു ഭാഗത്തിലേക്ക് എത്താതെ ആകുന്നു. അങ്ങനെ പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ ചലനശേഷി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇതറിഞ്ഞപ്പോൾ തന്നെ, ഇത് ഫീൽ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഡിപ്രഷൻ ആയിരുന്നു. വിഷാദത്തിലേക്ക് അദ്ദേഹം നീങ്ങി. അദ്ദേഹത്തിന് പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ കഴിഞ്ഞില്ല. അതേപോലെ അദ്ദേഹത്തിന്റെ ഭാവിയെക്കുറിച്ചും അദ്ദേഹത്തിന് ഒരു ഐഡിയയും അപ്പോൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരുപാട് ദുഃഖിതനായിട്ട് മാറി. My dreams at that time were rather confused, he admitted. Before my condition was diagnosed, I had been very bored with life. There did not seem to be anything worth doing. But shortly after I came out of hospital, I dreamt that I was going to be executed. I suddenly realized that there were a lot of worthwhile things to do if I were reprieved. His dreams at that time were very confused. He felt very bored before his condition was diagnosed.
But shortly after, when he came out of hospital, he dreamt that he was going to be killed. He realized that he had a lot of things to do in his life. അങ്ങനെ സ്റ്റീഫൻ ഹോക്കിങ്ങിന് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള അമയോട്രോഫിക് ലാറ്ററൽ സ്ക്ലെറോസിസ് എന്ന് പറയുന്ന അസുഖം ബാധിച്ചു. പിന്നീട് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളൊക്കെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ കൃത്യമായിട്ട് അവസ്ഥ മനസ്സിലാകുന്നതിന് മുൻപ് അദ്ദേഹം വല്ലാതെ ജീവിതത്തിൽ ബോറടിച്ചു തുടങ്ങി. പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാൻ ഉണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നിയില്ല. പിന്നീട് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അദ്ദേഹം വീണ്ടും അദ്ദേഹത്തിനെ ആരോ വധിക്കാൻ പോകുന്നു എന്നൊക്കെ അദ്ദേഹത്തിന് ചില സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത്തരം തോന്നലുകൾ വന്നു. താൻ കൊല്ലപ്പെടാൻ പോകുന്നു എന്നൊക്കെ തോന്നൽ വന്നു. പിന്നീട് അദ്ദേഹം തിരിച്ചറിയാണ് എന്ത്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുമെന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. Another recurring dream was the idea of sacrificing my life to save others. After all, if I were going to die, I might as well do some good. Hawking's doctors hoped that his condition would stabilize. But the disease aggravated rapidly. They soon informed him that he had only about 2 more years to live. He dreamt repeatedly to sacrifice his life to save other people, and he wished to do some good things. Doctors thought that his condition would be stable, but the disease became worse. So they informed him that he had only 2 more years to live. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അവർക്ക് വേണ്ടി തന്റെ ജീവിതം പരിത്യജിക്കണം എന്നൊക്കെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. കാരണം അദ്ദേഹത്തിന്റെ അസുഖം അദ്ദേഹത്തെ അങ്ങനെ മനസ്സിൽ തോന്നാനായിട്ട് പ്രേരിപ്പിച്ചു. പിന്നെ അദ്ദേഹം ചിന്തിക്കുകയാണ്, ഞാനിപ്പോൾ മരിക്കാൻ പോകുകയാണെങ്കിൽ എന്തെങ്കിലും കുറച്ച് നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യണം. അപ്പോൾ അദ്ദേഹത്തിന്റെ രോഗത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടേഴ്സിന് ചില പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അവർ വിചാരിച്ചു അദ്ദേഹത്തിന്റെ അവസ്ഥ ഇപ്പൊ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ തൽസ്ഥിതി തുടരുമെന്ന് വിചാരിച്ചു. പക്ഷെ അദ്ദേഹത്തിന്റെ അസുഖം കൂടി വന്നു. അപ്പോൾ അവർ അദ്ദേഹത്തെ അറിയിക്കാണ്, താങ്കൾക്ക് ഇനി 2 വർഷം കൂടിയേ ഇനി ഭൂമിയിൽ ആയുസുള്ളൂ. അതുകൂടി അറിഞ്ഞപ്പോ അദ്ദേഹം കൂടുതൽ ദുഃഖിതനായിട്ട് മാറുകയാണ് ഉണ്ടായത്. Okay, students, I think we can wind up this session here. We can see in the next class, in the next session.